ടെലിവിഷന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ, ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. ഐ സീ. നോ നോ നോ, ഐസിനകത്ത് ഇടില്ല. നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്, റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ. അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ശരി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഗോപാലകൃഷ്ണ? ഓ, വൈ നോട്ട്, ഷുവർ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗീവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. ഹലോ. ആ അതെ, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫ്ലാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ, ബട്ട്ലർ, അവനാളത്ര ശരിയല്ല. എടോ, അതൊക്കെ തന്റെ കോംപ്ലക്സാ. തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലയോ. നിങ്ങൾ 4 കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് എന്റെ ഭാര്യ വിശ്വാസ. എന്നാലും നമ്മുടെ ഫ്ലാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന്? എടോ, അയാളുടെ 5 സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ. അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും. മാത്രമല്ല, എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാലോ. കഷ്ടം. സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും ഇങ്ങനെയുള്ളവരോടൊത്ത് എങ്ങനെ താമസിക്കും? ആ ഓവർസിയറെ വിളിച്ചൊന്ന് പറയാം. എടോ, എന്റെ മൂത്ത 2 കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തൊരു പരിദോഷം പറഞ്ഞില്ലേ? ഇനിയിപ്പോ എന്റെ ഭാര്യ ഇത്ര പാചകം പഠിക്കാൻ പഠിച്ചോട്ടെ, തനിക്കെന്ത് വാങ്ങാത്തില്ല. പെങ്ങളെ പോണോടെ. മഞ്ജു, കാപ്പിയുടെ കാപ്പിയുടെ. ആ, സൂപ്പോ? എങ്ങനെയുണ്ട്? സൂപ്പ് സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനൊരു വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ച് മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് തന്നതല്ല, ഞാൻ അവിടെയായിരുന്നു. അവിടെയോ? ഞാൻ മാത്രല്ല, ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു. ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല. എന്ത് തമാശക്കാരനാണെന്നോ. ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, നാളെ 5 സ്റ്റാർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ, ഇല്ല വേവ് ശരിയാവില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ 5 സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് 5 സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ അയ്യോ, ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് എങ്ങനെ കഴിക്കാൻ പറയണം. ഗോപാലകൃഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്. ഷോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ. നമ്പർ എത്രയാ? 222222. നോ നോ, 2222. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു? ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പം ഉണ്ടാക്കി പഠിച്ചോളൂ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഹലോ. ആ സാറ് ഗോപാലകൃഷ്ണ, സാറ് ഇപ്പൊ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ. നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. അതൊക്കെ ഒരു മെടുക്ക. അണ്ണാർക്കണ്ണനും തന്നാലായത്. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. അയ്യോ, ചേച്ചി എന്തേ കാണിക്കണേ? സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കി ഉണ്ണിയപ്പോ. അമ്മയുടെ അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ല. ഇന്നിപ്പോ ഉണ്ണിയപ്പം വരെ എത്തി. നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം? ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? MD മരിച്ചു. ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാൻ നോക്ക്.
നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ ഞാനില്ല. വീട്ടിലറിയാൻ സിനിമയ്ക്ക് പോയാലേ അച്ഛൻ്റെ കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ. അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്കും. ഒരു സെക്കൻഡേ. ആരെയാണാവോ കണിയേണ്ടത്? ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കേ. അത്രേ ഉള്ള എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്കെ. അയ്യോ അതങ്ങനെ ചുറ്റെടുക്കില്ല. ഫോറസ്റ്റ് ആനകളാ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? അയ്യോ ലേറ്റ് ആയി. ഹൈറ്റിൽ നിന്ന് താഴ്ത്തൂടെ പൊട്ടും. എന്നാ പിന്നെ തനിക്ക് ചുമന്നുകൂടായിരുന്ന? ഞാൻ എന്താ ചുമട്ടില്ലാളിയോ? ഈ എം ഡിക്ക് വരെ ഇവനൊക്കെ ചത്തൂടെ? വൃത്തിയേട്ടവൻ. ആരടല്ല പുറകെ തള്ളുന്നത്? സാർ എന്തേ കാണിക്കണേ? മറ്റുള്ളവർ കണ്ട വളരെ മോശമല്ലേ സാറേ ഇത്? സാറില്ല ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ തോന്നരുതേ ഗോപാലകൃഷ്ണ. ഇങ്ങോട്ട് വരുന്നേ. അല്ലേ ഒരു കൂട്ടും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. മൂക്കറ്റം കുടിച്ച് എന്താ ആഭാസത്തരം കാണിച്ച് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? നടുറോട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51 അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോക്കൃതം കാണിച്ചിട്ടുണ്ടല്ലോ, പിടിച്ച പോലീസ് ലഭിക്കും. പോടോ പോ 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 അങ്ങോട്ട് പോടോ. താൻ നിന്ന് ആറങ്ങട് എടാ പോടാ കൃഷ്ണ. അല്ല എന്താ സാറേ ഇത്? വല്ല ഒരു കാര്യമില്ലെന്ന് വെറുതെ മദ്യവെച്ച് പാടില്ലാക്ക. സാറൂട്ടും പുറകിലൊന്നും അല്ല. ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ചു കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ ഇവരെക്കാളും മോശ കള്ളുടിച്ചു കഴിഞ്ഞാ. ആണോ? ആ ഭയങ്കര ബോറാ. തുപ്പുക, ഛർദിക്കുക. ചേച്ചി നിൽക്കണം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സാർ. അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്കുക. ചേച്ചി, കുട്ടി, തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുടി. നിർത്തണമെന്ന് ഞാൻ കുറെ കാലായിട്ട് വിചാരിക്ക, കഴിയണില്ല. 6 മണിയാകുമ്പോ കൈ ഇങ്ങനെ പറിക്കാൻ തുടങ്ങും. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം. ഓ. അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ എന്താ അകത്തേക്ക് വാ. അകത്തേക്കോ? എന്തിന്? എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെ ഒന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ വാ അകത്തേക്ക് വാ. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ, എന്താ? ദയവ് ചെയ്ത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ അതല്ലേ പൊട്ട. ഇങ്ങോട്ട് വാ. അയ്യോ എന്നെ ഇവിടെ ഈശ്വരാ, ആരെങ്കിലും കാണും. അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? ദിവസവും രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടില് ടൈം പീസ് ഉണ്ടാ? ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3 മണിക്ക് അടിക്കാൻ പാകത്തിന് ശരിക്കൊന്ന് വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആ വെളുപ്പിന് 3 മണിയാണേ. അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. ഇതിലൊക്കെ ചെക്കൻ എന്തൊക്കെയാ പഠിച്ചു വെച്ചേക്കണ കണ്ടില്ലേ? കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരി ഇല്ലാത്ത ചെക്കനാ. അത് കൊള്ളാലോ. ഉം? 3 മണിയോ? ഇതാരാ 3 മണിക്ക് അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി.
ആഹാ ആനന്ദ് അവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത് ആ എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങ് വാ, ചെവിയില് പറയാം.